ഇന്നല്ലാഹ തആല ഔഹാ ഇലാ ആദമ അലൈഹിസ്സലാം. അല്ലാഹു തആല പറയാണ് ആദം നബിയോട്, ഇൻ കുന്ത തുഹിബ്ബുനി ഫഅഖ്രിജ് ഹുബ്ബദ്ദുനിയാ മിൻ ഖൽബിക, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ദുനിയാവിനെ നീ സ്നേഹിക്കരുത്, ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് അധ്വാനിക്കരുത്. ഫഇന്ന ഹുബ്ബി വഹുബ്ബഹാ ലാ യജ്തമിയാനി അബദൻ, എന്നോടുള്ള സ്നേഹവും ദുനിയാവിനോടുള്ള സ്നേഹവും രണ്ടും കൂടി ഒരുമിച്ച് കൂടൂല, രണ്ടും കൂടി ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കൂല. ഏത് ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടോ ആ ഹൃദയത്തിൽ ദുനിയാവിനോടുള്ള സ്നേഹം ഉണ്ടാവൂല, നേരെ മറിച്ചും. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ അഹദിൻ യൗമൽ ഖിയാമത്തി ഗനിയ്യുൻ വലാ ഫഖീർ ഇല്ലാ വദ്ദ അന്നമാ കാന ഊതിയ മിനദ്ദുനിയാ ഖൂതൻ. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ഭക്ഷണത്തിനുള്ളത് മാത്രം എനിക്ക് സമ്പാദിച്ചാൽ മതിയായിരുന്നു എന്ന്, ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് ഭക്ഷണത്തിനുള്ളത് മാത്രം സമ്പാദിച്ചാൽ മതിയായിരുന്നു എന്ന് ആഖിറത്തിലെത്തുമ്പോൾ എല്ലാ ഫക്കീറന്മാരും എല്ലാ ധനികന്മാരും ദരിദ്രന്മാരും ആഗ്രഹിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. وقال عليه الصلاة والسلام ما فوق اللزار وظل الهائط وجر الماء فضل يحاسب به العبد يوم القيامة أو يسأل عنه. ما فوق اللزار, അനുവദിക്കപ്പെട്ട ഔറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രത്തിനേക്കാൾ കൂടുതലുള്ളത്, അനുവദിക്കപ്പെട്ട ഔറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രത്തേക്കാൾ കൂടുതലുള്ളത്. അത് ചിലപ്പോൾ 3-4 വേണ്ടി വരും. ഒന്ന് അത്യാവശ്യത്തിന് പുതിയതായി വെള്ളിയാഴ്ചക്ക് ഇടാനുള്ളത് വേണ്ടി വരും. പിന്നെ ഒന്ന് ചളിയായാൽ മറ്റൊന്ന് പെട്ടെന്ന് റെഡിയായിരിക്കണം എന്നില്ല. നനഞ്ഞത് ഉണങ്ങാനോ അല്ലെങ്കിൽ ഉണങ്ങിയത് ഇസ്തിരിടാനോ ഒന്നും സമയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് കല്യാണത്തിനും വെള്ളിയാഴ്ചക്ക് ഇടാൻ വേണ്ടി മാത്രം ഒന്ന് അതിനു വേണ്ടി മാറ്റി വെക്കണം. പിന്നെ 3 കൂട്ടം ഡ്രസ്സ് ഏതായാലും ഒരു ഏറ്റവും ചുരുങ്ങിയ നിലക്ക് 3 കൂട്ടം വേണ്ടി വരും. എന്നാൽ ദിവസവും അത്യാവശ്യമായി തൊഴിലുകൾക്കനുസരിച്ച് ജോലികൾക്കനുസരിച്ച് ഡ്രസ്സ് മാറുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കനുസരിച്ചാകുമ്പോൾ 3 കൂട്ടം മതിയാവില്ല. ഏതായാലും ആവശ്യത്തിനും ഔറത്ത് മറയുന്നതിനും മുകളിൽ ഉള്ള വസ്ത്രം ആവശ്യവും കഴിഞ്ഞു, അതൊക്കെ ഔറത്ത് മറക്കുന്ന വസ്ത്രമാണ്. അതിനേക്കാൾ കൂടുതലുള്ളത് വളില്ലുൽ ഹൈതി, നമുക്ക് തല ചായ്ക്കാൻ ആവശ്യമായ വെയിലും മഴയും പുറത്ത് ആകുന്ന നിലക്കുള്ള ഒരു വീട്. വജറുൽ മായി, പിന്നെ വെള്ളം കൊണ്ടുവരാനുള്ള കിണർ, അതുപോലെ ജലസേചന വഴികൾ. ഇത് കഴിച്ചുള്ളത് ഫളലുൻ, ഇത് കഴിച്ചുള്ളതെല്ലാം ബാക്കിയാണ്. യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ യുസ്അലു അൻഹു, അതിനെക്കുറിച്ചൊക്കെ കണക്ക് പറയേണ്ടി വരും. ബാക്കിയുള്ളതൊക്കെ നിർബന്ധമായതാണ്, അത് അല്ലാഹു തആല നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞതാണ്, ഇനി പിന്നെ കണക്കില്ല. എന്നാൽ നിർബന്ധമായതിൻ്റെ മുകളിൽ അതിനെ കഴിച്ചുള്ളതിന് കൃത്യമായി കണക്ക് ബോധിപ്പിക്കണം. وقال صلى الله عليه وسلم سيأتي بعدي قوم يأكلون طيب الدنيا. ഇത് ദീർഘമായ ഒരു ഹദീസാണ്. ഈ ഹദീസ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഖിയാമത്ത് നാളിൽ അല്ലെങ്കിൽ പിൽക്കാലത്ത് ഒരു ടീം വരാനുണ്ട്. യഅ്കുലൂന അതായിബദ് ദുനിയ വഅൽവാനഹ, അവർക്ക് വിവിധ രുചിയിലും വിവിധ വർണ്ണത്തിലുമുള്ള ഭക്ഷണങ്ങളാണ്. ഇത് പറയുമ്പോൾ നമ്മളെക്കുറിച്ചാണെന്ന് തോന്നിപ്പോകും. വിവിധ രുചിയിലും വിവിധ നിറത്തിലുള്ള ഭക്ഷണങ്ങളാണ്. വയൽബസൂൻ അലിയന സിയാബി വൽവാനഹ, വിവിധ നിറത്തിലും വിവിധ ക്വാളിറ്റിയിലുമുള്ള വസ്ത്രങ്ങളാണ്. വയർക്കബൂന ഫർഹൽ ഖൈലി വൽവാനഹ, അതുപോലെ അവർ കയറുന്ന വാഹനങ്ങൾ അത് വിവിധ നിറത്തിലും വിവിധ സ്റ്റാൻഡേർഡിലുമുള്ളതാണ്. വയങ്കിഹൂന അജ്മലൻ നിസാഇ വൽവാനഹ, വിവിധ നാട്ടുകാരായ ഭാര്യമാരാണ്. ബുത്തൂനുഹും ബിൽ ഖലീലി ലാ തശ്ബഉ, അവർക്ക് തിന്നാൽ പള്ളനറിയില്ല. വഅൻഫുസുഹും ബിൽ കസീരി ലാ തഖ്നഉ, മനസ്സിന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, എത്ര സമ്പാദിച്ചാലും മനസ്സമാധാനം ഉണ്ടാവില്ല. ആക്കിഫീൻ അല ദുനിയ, ദുനിയാവിൻ്റെ മേൽ ഇത്തികാഫിരിക്കുകയാണ് അവർ. യഗ്ദൂന വയറൂഹൂന ഇലൈഹ, രാവിലെ പോകുന്നതും വൈകുന്നേരം മടങ്ങി വരുന്നതും ദുനിയാവിന് വേണ്ടിയാണ്.
ഇത്തഖദൂഹ ഇലാഹം മിൻ ദൂനില്ലാ, ദുനിയാവാണ് അവരുടെ ദൈവം. വറബ്ബം മിൻ ദൂനി റബ്ബിഹിം, അള്ളാനെ കൂടാതെ അവർക്കൊരു ദൈവമുണ്ടെങ്കിൽ അത് ദുനിയാവാണ്, പൈസയാണ്, സമ്പാദിക്കണമെന്നാണ്. ഇലാ ഗയ്യിഹിം യന്തഹൂന, അവരുടെ തന്നെ സ്വയം വഴികേടിലേക്കാണ് അവരെത്തുക. വഹവാഹും യത്തബിഊന, അവർ ഫോളോ ചെയ്യുന്നത് അവരെ തന്നിഷ്ടങ്ങളെയാണ്, സ്വന്തം ഇഷ്ടങ്ങളെയാണ്. ഹലാലിനെയും ഹറാമിനെയും നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. ഫഅസീമത്തുൻ മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് ലിമൻ അദ്റകഹു ദാലിക الزمان മിൻ അഖിബിക്കും ഔ ഖലഫി ഖൽഫിക്കും. മുത്തുനബി പറയാണ്, മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന ഞാൻ നിങ്ങളോട് സത്യം ചെയ്തു ഉറപ്പിച്ചു പറയുന്നു, അല്ലാ യുസല്ലിമ അലൈഹിം, അവർക്ക് നിങ്ങൾ സലാം പറയരുത്. ആരാണ്? എൻ്റെ കൗമിൽപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ പിൽക്കാലത്ത് വരുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് മുത്തുനബി പറഞ്ഞിട്ട് അവരുടെ മെൽസിന് സലാം പറയരുത്. വലാ യഊദ മർലാഹും, അവരെ രോഗം കാണാൻ പോണ്ട. വലാ യുശയ്യിഅ ജനായിസഹും, അവരുടെ മയ്യിത്തിനെ പിന്തുടരരുത്. വലാ യുവഖറ കബീറുഹും, അവരിൽ മാന്യന്മാരാണെന്ന് നടിക്കുന്നവരെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതില്ല. ഫമൻ ഫഅല ദാലിക, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, അതായത് ഈ വിധമുള്ള ആളുകളെ ആരെങ്കിലും ബഹുമാനിക്കുകയോ അവരെ സ്ഥാനത്തിരുത്തുകയൊക്കെ ചെയ്താൽ ഫഖദ് അആന ഹദിമിൽ ഇസ്ലാം, അവൻ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരക്കാരെ ബഹുമാനിക്കുന്നവൻ പോലും ദീനുൽ ഇസ്ലാമിനെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഇത്തരത്തിൽ പെടുന്നവരാണോ നമ്മൾ ചിന്തിക്കുക, ആണെങ്കിൽ നമ്മൾ വിട്ടു നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായത്.